ഇങ്ങനെ വിഭീഷണൻ അഭയം കൊടുത്തു. ഉടനെ ശ്രീരാമസ്വാമി പറഞ്ഞു, സുഗ്രീവൻ, ഇനി നമുക്കൊരു പട്ടാഭിഷേകം നടത്തേണ്ടതുണ്ട് എന്ന്. ആരുടേതാണ് പ്രഭു? ഈ വിഭീഷണൻ നമ്മളെ ലങ്കയുടെ രാജാവായിട്ട് വാഴിക്കാൻ പോകണമെന്ന്. അത്ഭുതകരായി എല്ലാവർക്കും അത് കേട്ടപ്പോ. കാരണം രാവണൻ ജീവിച്ചിരിക്കണ്ടേ. അവിടെ വെച്ച് ശ്രീരാമസ്വാമി ലക്ഷ്മണനെ കൊണ്ട് കടലിൽ നിന്നും വെള്ളം കലശത്തിലാക്കി കൊണ്ടുവന്ന് ആ വിഭീഷണന്റെ ശിരസിൽ ലക്ഷ്മണനെ കൊണ്ട് ഒഴിപ്പിച്ച് അങ്ങനെ വിഭീഷണനെ ലങ്കാരാജ്യത്തിന്റെ രാജാവായിട്ട് വാഴിച്ചു. അപ്പൊ അവിടുത്തെ രാവണനെ അംഗീകരിച്ചില്ലേ ഭഗവാൻ. വിഭീഷണന് വളരെ സന്തോഷമായി. കാരണം വന്ന ഉടനെ തന്നെ പ്രമോഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണല്ലോ. അതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോ അടുത്ത പ്രശ്നം, സാഗരത്തെ ബന്ധിക്കണം. അവിടെ ശ്രീരാമസ്വാമി ഈശ്വരനെ ഉപാസിക്കുകയാണ്. ധ്യാനനിരതനായ അദ്ദേഹം ശിവനെ സ്മരിച്ചു എന്നാണ്. എന്നിട്ട് സാഗരത്തിന്റെ അടുത്തേക്ക് ചെന്നു. ലക്ഷ്മണ, ഈ സാഗരം നമുക്ക് വഴി തരുന്നില്ലല്ലോ, ഞാൻ ഉപവസിക്കാൻ പോകണു. 3 ദിവസം വ്രതാനുഷ്ഠാനം തൊട്ടു. ഭക്ഷണമില്ല, വെള്ളമില്ല, ദർഭപ്പുല്ലിൽ കിഴക്കോട് തലവെച്ച് കിടക്കുക. എന്നിട്ട് ധ്യാനജപാദികൾ ചെയ്യാം. 3-ാമത്തെ ദിവസമായിട്ടും സാഗരത്തിനൊരു ചലനമില്ല. ശ്രീരാമസ്വാമിയുടെ കണ്ണൊന്ന് ചുവന്നു. ലക്ഷ്മണ, ഞാൻ ഇത്ര ഭവ്യതയോടെ വിനയത്തോടെ സാഗരത്തിനെ വിളിച്ചിട്ടും അവൻ വരുന്നില്ലെങ്കിൽ അവൻ എന്റെ അസ്ത്രം കൊണ്ടേ വരുള്ളൂ തോന്നണമെന്ന്. കോദണ്ഡത്തെ കയ്യിലെടുത്തു. ആഗ്നേയ അസ്ത്രം അങ്ങോട്ട് എടുത്തു. സാഗരത്തെ നോക്കി ഉപയോഗിക്കാൻ നിൽക്കുമ്പോഴാണ് കാട്ടല്ലത്തായി ഇളക്കി മറിയുന്നു. ആകെ പ്രക്ഷുബ്ധമായി അതിൽ നിന്നും കയറി വന്നു വരുണൻ. ആ തേജോമയമായ രൂപം കിട്ടാ പറക്കിണ്ട്. കാരണം അസ്ത്ര കയ്യിലിരിക്കുന്നതേ. ഉടനെ ഭഗവാന്റെ പാദത്തിൽ വന്ന് വീണിട്ട്, ത്രാഹിമാം ത്രാഹിമാം ത്രൈലോക്യപാലകാം ത്രാഹിമാം ത്രാഹിമാം വിഷ്ണോ ജഗൽപദേ ത്രാഹിമാം ത്രാഹിമാം പൗലസ്ത്യനാശന ത്രാഹിമാം ത്രാഹിമാം രാമാരമാപദേ. ഭഗവാന്റെ പാദങ്ങളിൽ വീണുകൊണ്ട് അപേക്ഷിക്കുകയാണ്, കാത്തുരക്ഷിക്കൂ, കാത്തുരക്ഷിക്കൂ, അപകടം പറ്റി. അയാൾ ഏതോ മീറ്റിങ്ങിന് പോയതായിരുന്നു അത്രേ. ശ്രീരാമസ്വാമി പറഞ്ഞു, ഞാനിവിടെ തപസ് ചെയ്യുമ്പോഴാ നിന്റെ മീറ്റിംഗ്? എങ്ങനെയാണ് ഞാൻ സാഗരത്തെ കടക്കേണ്ടത്? പറ്റിച്ചു കളയേണ്ടതായിരുന്നു ഞാൻ. എനിക്ക് വഴി പറഞ്ഞു തരുമെന്ന്. ഭഗവാനെ, അതിഗഹനമായ ഗർത്തമുള്ള ആഴങ്ങളുള്ള ഈ സാഗരത്തെ എങ്ങനെയാണ് അങ്ങേക്ക് മുറിച്ച് അപ്പുറത്തേക്ക് കടക്കാൻ പറ്റുക? പ്രയാസകരമാണ്. എങ്കിലും അങ്ങേക്ക് അപ്പുറത്തേക്ക് കടക്കാൻ ഒരു മാർഗമുണ്ട്. എന്താ മാർഗം? നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു ആർക്കിടെക്റ്റ് ഉണ്ട്. മങ്കികളുടെ ഇടയിൽ ലോകത്തിലെ ആദ്യത്തെ ആർക്കിടെക്റ്റ് ആയിരുന്നു, സിവിൽ എഞ്ചിനീയർ ആയിരുന്നു നളൻ എന്ന് പറയുന്ന വാനരൻ. ഈ നളനൊരു പ്രത്യേകത ഉണ്ട്. വിശ്വകർമാവിന്റെ പുത്രനും കൂടിയാണ് ഇവൻ. ശിലകൾ വെള്ളത്തിലിട്ടാൽ ശിലകളൊക്കെ പൊങ്ങി നിൽക്കുക എന്നുള്ളൊരു പ്രത്യേകത ഉണ്ട് എന്ന്. ശ്രീരാമസ്വാമി നോക്കി, കുരങ്ങന്മാർ തരക്കടില്ലല്ലോ എന്ന്. അന്നുകൊണ്ട് ഇതൊക്കെ പഠിച്ച ആളുകൾ, വലിയ വലിയ ടെക്നോളജി ഒക്കെ പഠിച്ച ആളുകൾ. അപ്പൊ അവനെ കൊണ്ട് നിങ്ങൾ ശിലകൾ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ പാലം റെഡി ചെയ്യുന്നു. ഇത് കേട്ടപ്പോ ശ്രീരാമസ്വാമി വിചാരിച്ചു, ഇത്ര എളുപ്പത്തിൽ ഇങ്ങനെ ഒരാളുണ്ടെന്ന് ഇപ്പോഴല്ലേ മനസ്സിലാക്കിയത്. ഏതായാലും വരുണനെ അനുഗ്രഹിച്ച് വരുണൻ പോയി. നോക്കണേ, പലപ്പോഴും നമ്മളെ കൂട്ടത്തിലുള്ള ആളുകളുടെ മഹത്വം മനസ്സിലാക്കില്ല. നമുക്കില്ലാത്തൊരു കഴിവ് വേറൊരാൾക്കുണ്ടാവും. എല്ലാവരിലും ഓരോ തരത്തിലുള്ള കഴിവുകളുണ്ട്. ഹനുമാൻ സ്വാമിക്ക് ലങ്കയിലേക്ക് ചാടാനുള്ള കഴിവുണ്ടെങ്കിൽ ഹനുമാൻ സ്വാമിക്ക് ഒരു പാലം കെട്ടാനുള്ള കഴിവില്ല. അതുള്ളത് നളനിലാണ്. ഇതുപോലെ നമ്മളിൽ ഓരോരുത്തരിലും എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാവും. നമ്മൾ അത് കണ്ടെത്താതെ നമ്മൾ മറ്റൊരാളെ കമ്പയർ ചെയ്തിട്ട് അവരെ പോലെ ആവാൻ ശ്രമിക്കുന്നതാണ് പ്രശ്നം. ഇന്നത്തെ സകല പ്രശ്നങ്ങൾക്കും കാരണം കമ്പാരിസനാണ്. നാം നമ്മളായിട്ട് ജീവിക്കാനല്ല ശ്രമിക്കുന്നത്. നമ്മൾ അനുകരണത്തിന്റെ ഭ്രാന്തിലാണ് ജീവിക്കുന്നത്. അനുകരണത്തിന്റെ ഭ്രാന്തിലല്ല ജീവിക്കേണ്ടത്. നമുക്കെന്ത് ഈശ്വരൻ തന്നിട്ടുണ്ട് എന്ന് കണ്ടെത്തി അതിൽ ജീവിക്കാൻ നമ്മൾ ശ്രമിക്കണം. നമുക്ക് ഓരോരുത്തർക്കും ഓരോ പ്രത്യേകത ഉണ്ട്. ചിലർക്ക് ബുദ്ധി തന്നിട്ടുണ്ട്, ചിലർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കഴിവ് തന്നിട്ടുണ്ട്, ചിലർക്ക് പാടാനുള്ള കഴിവ് തന്നിട്ടുണ്ട്, ചിലർക്കാണെങ്കിൽ നല്ല ഭക്ഷണം വയ്ക്കാനുള്ള കഴിവ് തന്നിട്ടുണ്ട്, ചിലർക്കാണെങ്കിലോ മറ്റുള്ളവർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള കഴിവ് തന്നിട്ടുണ്ട്. പല രീതിയിലുള്ള കഴിവുകളും
ഓരോരുത്തർക്കും ഉണ്ട്. ആ കഴിവുകളെ ഉപയോഗിക്കാതെ മറ്റുള്ളവരെന്ത് ചെയ്യുന്നു അത് ഞാനും ചെയ്യുന്നുള്ള വാശി പിടിക്കുമ്പോഴാണ് അവരെ പോലെയിട്ട് ആവൂല്ല, തൻ്റെ തൊട്ട് അനുഭവിക്കാൻ സാധിക്കില്ല. അങ്ങനെ കുറ്റബോധത്താലും ദുഃഖത്താലും വിഷമത്താലും ജീവിക്കുന്നത്. പിന്നെ അസൂയ വന്നു. അവൾ അങ്ങനെ പാടുന്നുണ്ടെങ്കിൽ ഞാനും പാടുമല്ലോ. അങ്ങനെ ഓരോരുത്തരെയും നോക്കിക്കൊണ്ടാണ് ജീവിതം. ചില വീടുകളിൽ ഇതാ പ്രശ്നം. ഭാര്യ ഭർത്താവിനോട് പറയാണ്, അടുത്ത വീട്ടിലെ ശേഖരനെ കണ്ടില്ലേ, ആ ശേഖരൻ ഭാര്യയോട് എത്ര സ്നേഹം കാണിക്കണം, നിങ്ങൾ ഇങ്ങനെ സ്നേഹം കാണിക്കാറുണ്ടോ? ഇങ്ങനെയൊക്കെയാണ് ഓരോരുത്തർ കമ്പയർ ചെയ്യുക. ഭാര്യയും ഭർത്താവും കൂടെ സിനിമയ്ക്ക് പോയി. ഇങ്ങനെ സിനിമയ്ക്ക് പോയിട്ട് സിനിമയിലൊരു രംഗമുണ്ട്. നടനും നടി ഇങ്ങനെ ആലിംഗനം ചെയ്തിട്ട് അവരിങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു രംഗം. ഓരോ തമാശകളൊക്കെ പറഞ്ഞ ഉടനെ ഭാര്യ പറയാണ്, നിങ്ങൾ എന്തെങ്കിലും ഇങ്ങനെ സ്നേഹം എന്നോട് കാണിച്ചിട്ടുണ്ടോ എന്ന്. ഉടനെ ഭർത്താവ് പറയാണ്, എടി അങ്ങനെ സ്നേഹം കാണിക്കുന്നതിനെ അയാൾക്ക് കാശ് കിട്ടുന്നുണ്ട് എന്ന്. ഞാൻ നിന്നോട് ഇങ്ങനെ സ്നേഹം കാണിച്ചാൽ നീ വല്ലതും തരും എനിക്ക്? ഇങ്ങനെ മനുഷ്യൻ മറ്റൊരാളെ താരതമ്യം ചെയ്ത് അസൂയപ്പെട്ട് അതൊന്നും തനിക്കില്ല കരുതി അങ്ങനെയൊക്കെ ആയിത്തീരാൻ വേണ്ടി കുറെ മെനക്കെടുന്നവരുണ്ട്. അതുകൊണ്ട് ഒന്നും ഉൾക്കൊള്ളൂ, നമുക്ക് ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള കഴിവുകളെ തന്നിട്ടുണ്ട്. നമ്മളൊക്കെ കുട്ടികളെ അപകടത്തിലാക്കുന്നത് ഇങ്ങനെയാണ്. അടുത്ത വീട്ടിലെ കുട്ടിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടിയാൽ എന്റെ കുട്ടിക്ക് അത് തന്നെ കിട്ടണം, പഠിക്കടാ എന്ന് പറഞ്ഞിട്ട് അതിനെ വെച്ച് കാച്ചി റെഡിയാക്കും. അത് വലുതായാൽ അന്ന് തീരുമാനിക്കും, നിങ്ങളൊരു പാഠം ഞാനും പഠിപ്പിച്ചിട്ട് കാര്യമെന്ന്. വയസ്സാവട്ടെ എന്നിട്ട് കാണിച്ചു തരാന്ന്. ആ പ്രതികാരം മുഴുവൻ അത് കാണിക്കും. വയസ്സായാൽ ഒരു തുള്ളി വെള്ളം കൊടുക്കില്ല. കാരണം അങ്ങനെ പഠിക്കടാ എന്ന് പറയട്ടെ, അതിനെന്തൊക്കെ വാസനകളുണ്ടോ അതൊക്കെ ശ്രദ്ധിച്ചാലുണ്ടല്ലോ, ആ വാസനയ്ക്കനുസരിച്ച് അതിനെ കൊണ്ടുപോകാൻ സാധിച്ചാൽ ഒരു ഉത്കൃഷ്ട വ്യക്തിത്വം അതിൽ നിന്നും പുറത്തു വരും. നമ്മളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇന്നിപ്പോ എല്ലാം IT-യിലേക്കാണ് പോകുന്നതെങ്കിൽ കുട്ടി PT ആണെങ്കിലും IT-യിലേക്ക് തന്നെ നമ്മൾ വിടും. കാരണം അതാണെന്ന് നമുക്ക് പണം ഉണ്ടാക്കാനുള്ള റിസോഴ്സ് നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഓട്ടെ, ഏതായാലും നളൻ ഇങ്ങനെ ഒരു കഴിവുണ്ടെന്ന് കേട്ടതും വളരെ സന്തോഷമായി. അങ്ങനെ പാലം പണി തുടങ്ങി. വാനരന്മാരെല്ലാം കല്ല് കൊണ്ടുവരും. ഈ നളന്റെ ജോലി എന്താണെന്ന് വെച്ചാൽ കല്ലിന്റെ മുകളിലൊക്കെ രാമാന്ന് എഴുതിയിട്ട് അങ്ങോരത് വേണ്ട വിധത്തിൽ വെക്കും. ഒരു കടലിൽ പാലം പണിതത്, പുഴയ്ക്ക് പാലം പണിതത് ചിന്തിക്കുക നമുക്ക്. ഇവിടെ പാലം പണിയുന്നത് കടലിലാണ്. അതും മനുഷ്യരെ കൊണ്ടല്ല പാലം പണിയിപ്പിക്കുന്നത്, വാനരന്മാരെ കൊണ്ട്. ലോക ചരിത്രത്തിലുണ്ടല്ലോ ഇതൊരു അത്ഭുതകരമായിരിക്കും. അങ്ങനെ ചിന്തിക്കാൻ സാധിക്കുന്നതിന് അത്ഭുതമല്ലേ? അങ്ങനെ ഓരോ കല്ലുകൾ കൊണ്ടുപോയിട്ട് അന്നൊരു 14 യോജന കൊണ്ടുപോയിട്ടു. രണ്ടാമത്തെ ദിവസം 20 യോജന, മൂന്നാമത്തെ ദിവസം 21 യോജന, നാലാമത്തെ ദിവസം 24 യോജന. ഇങ്ങനെ പണി നടക്കുന്നതിന്റെ ഇടയിൽ ശ്രീരാമസ്വാമി ഇങ്ങനെ സൂപ്പർവൈസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയുണ്ട് പണി, കൺസ്ട്രക്ഷനൊക്കെ നന്നായി നടക്കണ്ടോന്നൊക്കെ. അപ്പൊ ഇടയ്ക്ക് ശ്രീരാമസ്വാമിക്ക് ഒരു തോന്നൽ തോന്നി. എത്രേ, എന്റെ പേരെഴുതിയിട്ടാണല്ലോ ഈ പഹയന്ത് കൊണ്ടുപോയിടുന്നത്. അപ്പൊ എന്റെ പേരെഴുതുന്ന കല്ല് നല്ല കരിങ്കല്ലാണെങ്കിലും കടുപ്പമുള്ള കല്ലാണെങ്കിലും അത് വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ തന്നെ ഒരു കല്ലിട്ടാൽ അതിന്റെ അവസ്ഥ എന്തായിരിക്കും? ശ്രീരാമസ്വാമിക്കൊരു ജിജ്ഞാസ വന്നു, ഒന്ന് പരീക്ഷിക്കണമെന്ന്. പക്ഷെ ഉള്ളിൽ ചെറിയൊരു പേടി, അതെങ്ങാനും താഴ്ന്നു പോയാൽ ഇവർക്കൊക്കെ ഉള്ള റെസ്പെക്ട് കൂടി ഇല്ലാതെയാവോ. അതുകൊണ്ട് ഇവരാരും കാണാതെ ഒപ്പിക്കണം ഈ പണി. അന്നത്തെ ദിവസം ജോലി കഴിഞ്ഞപ്പം ശ്രീരാമസ്വാമി വിസിൽ വിളിച്ചു, 5 മണി, യെസ് പോയിക്കോളൂ എല്ലാവരും വിശ്രമിക്കാൻ. ജോലി ടൈം കഴിഞ്ഞു, എല്ലാവർക്കും റെസ്റ്റ് ടൈമായി. ശ്രീരാമസ്വാമി എല്ലാവരും പോയോ എന്ന് ഉറപ്പുവരുത്തി. മിക്കവാറും വാല് പോലെ ഹനുമാൻ സ്വാമിയെ കൂടെ ഉണ്ടാവുക. അങ്ങനെയൊന്നും പോവില്ല. ഹനുമാൻ സ്വാമി വിശ്രമിച്ചോളൂ പറഞ്ഞയച്ചതല്ല. ലക്ഷ്മണ പോയി വിശ്രമിച്ചോളൂ. നീ ലക്ഷ്മണനും കാണണ്ട, നാളെ ഇനിയിപ്പോൾ ആരോടെയും പറഞ്ഞാൽ മോശമല്ലേ, എന്റെ ജ്യേഷ്ഠൻ ഒരു കല്ലിട്ടു അത് വെള്ളത്തിൽ താഴ്ന്നു പോയി എന്നുള്ളത്. അപ്പൊ അതിനൊരു ചാൻസ് വരുത്തുന്ന വെച്ചിട്ട് എല്ലാവരെയും പറഞ്ഞയച്ചു. എന്നിട്ട് ശ്രീരാമസ്വാമി ഒരു കല്ലെടുത്തു നേരെ വെള്ളത്തിലിടാൻ വേണ്ടിയിട്ട്. അപ്പോഴൊരു ചെറിയ പേടി, വല്ല വാനരനും പിന്നാലെ നിൽക്കുന്നുണ്ടോ എന്ന് ഒക്കെ തിരിഞ്ഞു നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. ആരും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയപ്പോ പതുക്കെ കല്ലെടുത്തു വെള്ളത്തിലേക്ക് അങ്ങോട്ട് വെച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, ബ്ലൂ, അത് ആഴ്ന്നുപോയി. ശ്രീരാമസ്വാമി ആകെ, നമ്മൾ ഐസാവുക എന്നൊക്കെ പറയില്ലേ, ആകെ ബ്ലീച്ചാവുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ ശ്രീരാമസ്വാമിക്കൊരു അനുഭവം വന്നു. അയ്യേ, എന്റെ പേരെഴുതിയ കല്ല് പൊങ്ങി നിൽക്കുക, ഞാനിട്ട കല്ല്
താഴ്ന്നു പോവുക. ആകെ ഒരു മാനക്കേട്. തിരിഞ്ഞു നോക്കി വല്ലവരും കഷ്ടകാലത്തിന് കണ്ടുപോകുന്നു. അപ്പണ്ട് നേരെ മുന്നിൽ ചാടി വന്നിരിക്കുന്നു ഹനുമാൻസ്വാമി. കണ്ടേൻ സ്വാമി എന്ന് പറഞ്ഞിട്ട്. ശ്രീരാമസ്വാമിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഞാൻ കണ്ടു എന്ന് പറഞ്ഞു. എന്നിട്ട് അങ്ങോട്ട് കണ്ണിൽ നിന്ന് കണ്ണുനീര് വരാൻ തുടങ്ങി. ശ്രീരാമസ്വാമിയുടെ പാദത്തിൽ വീണു. ശ്രീരാമസ്വാമി ചുറ്റിനാണെന്ന്. അങ്ങയുടെ നാമം ധരിക്കുന്നവൻ എത്ര പാപിഷ്ടമായ ജീവിതം നയിച്ചവനായാലും ശരി, കഠോര ഹൃദയമുള്ളവനായാലും ശരി, പാറ പോലെയുള്ള മനസ്സായാലും ശരി, രാമനാമത്തെ ജപിക്കുന്നവൻ ഈ പാപങ്ങളുടെ സംസാര സാഗരത്തിൽ നിന്നും പൊങ്ങി വരുന്നു ഭഗവാനെ. എന്നാൽ അങ്ങയെ മാനിക്കാതെ തനിക്ക് തോന്നിയതുപോലെ ജീവിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരെത്ര നല്ലവരായാലും ശരി, അങ്ങയാൽ കൈവിട്ടവരാണെങ്കിൽ ആർക്കും രക്ഷിക്കാൻ പറ്റാത്ത വിധം അവര് താഴ്ന്നു പോകുന്നു. എനിക്കൊരപേക്ഷയുള്ളൂ, അങ്ങയുടെ നാമത്തെ എന്നും എന്റെ മനസ്സിൽ ധരിച്ച് ജീവിക്കാൻ ഭാഗ്യമുണ്ടാക്കി തരണേ. ആ നാമം എന്നെ പിടിച്ചുയർത്തും ഈ സാഗരത്തിൽ നിന്ന് എനിക്ക് ബോധ്യം വന്നിരിക്കുന്നു എന്ന്. ശ്രീരാമസ്വാമിക്ക് വളരെ സന്തോഷമായി. നല്ല എക്സ്പ്ലനേഷൻ. ഇത് ഓർമ്മിപ്പിക്കുന്നത് ഇതാണ്. രാമനാമം ജപിക്കുന്നവന്റെ മനസ്സ് കരിങ്കല്ലാണെങ്കിൽ പോലും അവൻ പൊങ്ങി വരും. അതല്ലേ കാട്ടുകള്ളനായ രത്നാകരൻ രാമനാമത്തെ ജപിച്ചപ്പോ അദ്ദേഹം വാൽമീകിയായിട്ട് ഉയർന്നു പ്രിയാണ്. എന്നാൽ എത്രയോ നല്ലവനായ ദശരഥൻ രാമനെ കൈവിട്ടതോടുകൂടി സാഗരത്തിന്റെ അടിത്തട്ടിലേക്ക് വീണ് പെടഞ്ഞ് മരിക്കേണ്ടി വന്നു. നല്ലവനായതുകൊണ്ട് കാര്യമില്ല. ആരെ പിടിക്കണം? രാമനാമത്തെ പിടിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ അവർക്ക് ഗതിയുണ്ട് എന്ന് ഹനുമാൻ സ്വാമി പറഞ്ഞു കൊടുക്കുകയാണ്. ശ്രീരാമസ്വാമി വളരെ സന്തോഷിച്ചു ആ കേട്ടിട്ട്. പിന്നെ പാലത്തിന്റെ കൺസ്ട്രക്ഷനൊക്കെ കഴിഞ്ഞു. അങ്ങനെ അവർ നിൽക്കുമ്പോഴാണ് രാവണൻ ചാരന്മാരെ പറഞ്ഞയക്കുന്നത്. ശുകസാരണൻ എന്ന് പറയുന്ന ചാരനെ പറഞ്ഞയക്കുന്നത്. ആ ചാരൻ ആദ്യം രാവണനോട് പറയും, മര്യാദയ്ക്ക് സീതയെ കൊണ്ടുകൊടുത്ത പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാന്നേ, കൊണ്ടുകൊടുക്കുമെന്ന്. അപ്പൊ പറയും, മര്യാദയ്ക്ക് നീ പണി ചെയ്യൂ. വേണ്ടത് എന്താന്ന് വെച്ചാൽ സുഗ്രീവനെയും രാമനെയും അകറ്റണം. അതാ വേണ്ടത്. ഇവൻ വേഷം മാറി വന്ന് സുഗ്രീവന്റെ അടുത്ത് എന്നിട്ട് പറയുകയാണ്, ഞാൻ രാവണന് വേണ്ടിയിട്ടാണ് നിന്റെ അടുത്ത് വന്നിരിക്കുന്നത്. രാവണൻ എന്നോട് പറയാൻ ഏൽപ്പിച്ചിരിക്കുകയാണ്, ഏ സുഗ്രീവ, നമ്മൾ സുഹൃത്തുക്കളല്ലേ? ബാലി എനിക്ക് വേണ്ടപ്പെട്ടവരാണ്. ആ ബാലിയുടെ സഹോദരനായ നീ എനിക്ക് ഏറ്റവും പ്രിയങ്കരനാണ്. നീ എന്തിനാ ഈ രാമന്റെ കൂടെ നടക്കുന്നത്? പ്രത്യേകിച്ച് നിന്റെ സഹോദരൻ ബാലിയെ ചതിച്ചു കൊന്നവൻ. എന്ന് മാത്രമല്ല, ഈ രാമന്റെ കൂടെ നടന്നു എന്ന് വെച്ചിട്ട് നിനക്ക് ഗുണമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. നിനക്കും എന്റെ ശക്തി നിനക്കറിയുന്നതാണ്. നിനക്കും പ്രശ്നങ്ങളെ ഉണ്ടാവാൻ പോകുന്നുള്ളൂ. ഓർത്തോളൂ. നിനക്ക് കിഷ്കിന്ധയോ എന്താ വേണ്ടത് എന്നോട് പറയും, ഞാൻ നേടിത്തരാം. ഞാൻ സീതയെ അപഹരിച്ചു കൊണ്ടുവന്ന് വെച്ചിട്ട് നിനക്കിപ്പോ എന്താ അതിലൊരു കാര്യമുള്ളത്? നീ എത്രയും വേഗം ഇവിടുന്ന് പൊയ്ക്കോളൂ എന്ന്. ഇത് കേട്ടതും വാനരന്മാരെല്ലാവരും കൂടി ചേർന്ന് ശുകസാരനെ പേടിച്ച് അങ്ങോട്ട് കൊടുത്തു. അങ്ങോട്ട് പറയടാ മര്യാദയ്ക്ക്, അതാ പറയേണ്ടത്. ആരാ നിന്നോട് ഇങ്ങനത്തെ തോന്നിവാസം പറഞ്ഞിരിക്കണം? കൊല്ലു അവനെ എന്ന്. ഉടനെ അവൻ പറഞ്ഞു, ദൂതന്മാരെ കൊല്ലരുതേ. പിന്നീട് അവിടുന്ന് ശ്രീരാമസ്വാമിയുടെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. കൊല്ലണ്ട അവനെ, പ്രതിവാക്യം കൊടുത്തയച്ചു, പറഞ്ഞ് വിട്ടേക്കൂ എന്ന് പറഞ്ഞു. അവനെ കൊണ്ട് മറുപടി പറയിപ്പിക്കുകയാണ്. എത്രയും വേഗം സീതാദേവിയെ രാമപാദങ്ങളിൽ കൊടുത്ത് അഭയം പ്രാപിച്ചിട്ടില്ലെങ്കിൽ ലങ്കാരാജ്യം ചുട്ടുകരിക്കും, കൊന്നുകളെ രാവണനെ എന്ന് പറഞ്ഞേക്കുമെന്ന് സുഗ്രീവ ശാസനം പറഞ്ഞയച്ചു. ആ ശുകസാരണൻ തിരിച്ചു പോവുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇവിടുന്ന് സൈന്യങ്ങളൊക്കെ അപ്പുറത്തേക്ക് എത്തി. വജ്രദംഷ്ടൻ എന്ന് പറയുന്ന രാക്ഷസൻ രാവണനെ പറഞ്ഞു കൊടുത്തു, കാര്യങ്ങളൊക്കെ നമ്മുടെ നിയന്ത്രണത്തിൽ നിന്നും വിട്ടുപോയിരിക്കുകയാണ്, സൈന്യങ്ങളൊക്കെ എത്തിയിരിക്കണമെന്ന്. അങ്ങനെ അവര് ആ ത്രികൂടത്തിന്റെ മുകളിലിരുന്നു കൊണ്ട് എല്ലാം ഒന്ന് വീക്ഷിച്ചു, എങ്ങനെയൊക്കെയാണ് രാവണന്റെ കാര്യങ്ങളൊക്കെ എന്ന്. അതിൻ്റെ ഇടയ്ക്ക് രാവണൻ ഒരു പണിയൊപ്പിച്ചു. അതെന്താണ്? രാവണൻ മായാസീതയെ ഉണ്ടാക്കാൻ നിശ്ചയിച്ചു. അതിന് വിദ്യുജ്ഞൻ എന്ന് പറയുന്ന രാക്ഷസൻ ഏർപ്പാടാക്കി. എന്നിട്ട് സീതയുടെ അടുത്തേക്ക് ഒന്നുകൂടി പോവുകയാണ്. സീതയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, നീ ആർക്കു വേണ്ടി കാത്തിരിക്കണോ?
രാമനോ ഇനി വരാൻ പോകുന്നില്ല. രാമനെയൊക്കെ കൊന്നു കഴിഞ്ഞു. രാമനൊന്നും ഇനി ജീവിച്ചിരിക്കില്ല. നിന്റെ രാമനെ ഞാൻ കൊന്നിരിക്കണോ? നിനക്ക് തെളിവ് വേണോ? വിധിജിഷ്ണൻ കൊണ്ടുവരുമെന്ന്. മായാ രാമന്റെ തല വെട്ടിക്കൊണ്ട് രക്തമൊലിക്കുന്ന തല ഒരമ്പും കൊണ്ടുവന്നു, വില്ലും കൊണ്ടുവച്ചു. ഇതാ നിന്റെ രാമന്റെ തല. ഇത് കണ്ടോ സീത ബോധം കിട്ടു വീണു. അപ്പോഴേക്കും ഇദ്ദേഹത്തിന്റെ മന്ത്രിയായ പ്രഹസ്തൻ ഓടി വന്നിട്ട് പറഞ്ഞു, സൈന്യങ്ങള് മുന്നോട്ട് പ്രവേശിച്ചിട്ടുണ്ട്. ഇത് കേട്ടതും രാവണൻ അവിടുന്ന് ഓടി. ഇനി സീതയല്ല വേണ്ടത്, രാജ്യം വാനരന്മാരുടെ കയ്യിലേക്കാണ് വിടാൻ പോകുന്നത്, തയ്യാറാക്കണം എല്ലാവരെയും. അതിൻ്റെ ഇടയ്ക്ക് വീണ്ടും അതാ സീതയെ സാന്ത്വനിപ്പിക്കാൻ വേണ്ടി മറ്റൊരാൾ കടന്നു വരുന്നു. വിഭീഷണന്റെ പത്നിയായ സരമ കടന്നു വന്നിട്ട് പറയുന്നു, എന്താ ദേവി ഇങ്ങനെ മോഹാലസ്യപ്പെട്ടു പോണത്? ഈ തല രാമന്റെയാണ്, തെറ്റിദ്ധരിച്ചു. എന്തിനാ രാവണൻ പോയതെന്നറിയോ? വാനര സൈന്യം മുന്നോട്ട് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് പോയത്. രാമൻ ജീവിച്ചിരിക്കുന്നില്ലെങ്കിൽ വാനര സൈന്യം ഒരിക്കലും മുന്നോട്ട് വരില്ലേ. ദേവി ചിന്തിച്ചാൽ അറിയില്ലേ ദേവിക്ക്? ഒരു രാക്ഷസിക്ക് പോലും ഒരു ലോജിക് ഉണ്ട് എന്ന് പറയാണ്. അപ്പൊ അതുകൊണ്ട് രാവണനോട് സൈന്യങ്ങള് മുന്നോട്ട് വന്നിട്ടുണ്ട്, നമ്മുടെ സൈന്യങ്ങളെ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് പോയിരിക്കുന്നത്. ദേവി ഇങ്ങനെയൊക്കെ മോഹാലസ്യപ്പെട്ട് വീണാലോ? രാക്ഷസന്മാരുടെ സ്വഭാവം ദേവിക്ക് അറിയുന്നതല്ലേ? അവർക്ക് മായാവേഷം കെട്ടാൻ അറിയാം, മായാരൂപങ്ങൾ ഉണ്ടാക്കാൻ അറിയാം. ഇതാ തല വെട്ടിയിരിക്കുന്നത് രാമന്റേതല്ല, ഒരു മായാരൂപമുണ്ടാക്കി വെട്ടിയതാണെന്ന്. ഇത് കേട്ടപ്പോ സീതയ്ക്ക് സന്തോഷമായി. തന്റെ ദുഃഖങ്ങളൊക്കെ പോയി. അതിൻ്റെ ഇടയ്ക്ക് കുറെ പൊട്ടിക്കരയും. ദേവി പറയും മരിക്കുകയാണ് നല്ലതെന്നൊക്കെ ആശ്വസിപ്പിച്ചുകൊണ്ട് സരമ ദേവിയെ സാന്ത്വനിപ്പിക്കും. അതിനുശേഷം ഇതാ ശുകസാരണൻ തിരിച്ചു വരികയാണ്. ദൂതിന് പോയ ആള് പറയണു രാവണനോട്, രാവണ, ഞാൻ അവിടെ ചെന്നു, എന്നെ കൊല്ലാണ്ട് വിട്ടൂന്നേ ഉള്ളൂ. ശ്രീരാമസ്വാമിയുടെ ഒരു കാരുണ്യം പറയാണ്. അതുകൊണ്ട് എനിക്ക് നിന്നോടുള്ളൊരു അപേക്ഷ, നീ ശ്രീരാമസ്വാമി ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. അവതാര പുരുഷനാണ്. ആ ബാണത്തിന്റെ ശക്തിയുണ്ടല്ലോ, അതത്ര ആർക്കും തോൽപ്പിക്കാൻ പറ്റുന്നതല്ല. നമുക്ക് രാക്ഷസ ശക്തിയുള്ളൂ, ശ്രീരാമസ്വാമിയുടെ അടുത്ത് ബാണശക്തിയുണ്ട്. അതുകൊണ്ട് ഒന്ന് നിന്നോട് പറയാനുള്ളത്, കൊണ്ടുകൊടുക്കൂ സീതയെ എന്നാണ്. ഇത് കേട്ടതും അത്യന്തം ക്രുദ്ധനായി. ഇത് പറയാനാണോ നീ എന്റെ അടുത്തേക്ക് വന്നത് എന്ന് പറഞ്ഞ് കോപിഷ്ഠനായി, നീ ഇനിയെങ്ങാനും ഇവിടെ നിന്നാൽ കൊന്നുകളയും നിന്നെ എന്ന് ഭീഷണിപ്പെടുത്തി. ആരാണത്ര ഈ ശുഖൻ? അതിന്റെ പിന്നിലൊരു കഥയുണ്ട്. പണ്ട് ഒരു വലിയൊരു മഹർഷി തപോനിധിയായിട്ട് അങ്ങനെ തപസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഒരു ബ്രാഹ്മണൻ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ വിദ്യുക്യുഗ്മൻ ഒരിക്കൽ കടന്നു വന്നു. അയാൾ എന്ത് ചെയ്തു? അഗസ്ത്യരുടെ വേഷം കെട്ടി കളിയാക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്, പരിഹസിക്കാൻ വേണ്ടി. എന്നിട്ട് പറയണോ, ഒട്ടുനാളായി ഞാൻ മാംസം കഴിച്ചിട്ട് എന്ന്. പാവം ഈ ബ്രാഹ്മണൻ തെറ്റിദ്ധരിച്ചു അഗസ്ത്യർ മാംസം വേണമെന്ന്. എവിടുന്നോ ഒരു ആടിനെ കൊണ്ടുവന്ന് വെട്ടി അതിന്റെ മാംസം എടുത്തിട്ട് വേവിച്ച് അഗസ്ത്യ മഹർഷിക്ക് വേണ്ടി തയ്യാറാക്കി. അതിൻ്റെ ഇടയിൽ വിദ്യുക്യുഗ്മൻ അവിടുന്ന് മറഞ്ഞു. അപ്പോഴാണ് ശരിക്കുള്ള അഗസ്ത്യർ കയറി വരുന്നത്. ബ്രാഹ്മണനോട് പറഞ്ഞു, ഞാൻ ഭോജനം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഓ, അങ്ങയ്ക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ടല്ലോ. ഇരുത്തി അങ്ങോട്ട് വിളമ്പി മാംസം. തന്നെ മാംസം തന്ന് അപമാനിച്ചതില് നീ രാക്ഷസനായി പോട്ടെ എന്ന് ശപിച്ചു. പാദത്തിൽ വീണ് കരഞ്ഞു. ഞാൻ അറിഞ്ഞു ചെയ്തതല്ലോ, അങ്ങല്ലേ മാംസം തരാൻ പറഞ്ഞത്, എന്നിട്ട് എന്താ അങ്ങ് ഇങ്ങനെ ശപിക്കുന്നത് എന്ന്. ഇത് കേട്ടപ്പോ അഗസ്ത്യർക്ക് മനസ്സിലായി എവിടെയോ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് എന്ന്. അല്പനേരം ധ്യാനനിരതനായപ്പോ മനസ്സിലായി എന്റെ വേഷം കെട്ടിക്കൊണ്ടൊരുത്തൻ വന്നിട്ടുണ്ട് എന്ന്. ഉടനെ അവനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യൂ, നീ രാവണന്റെ, രാക്ഷസനായിരിക്കുന്ന രാവണന്റെ ഒരു ദാസനായി അയാൾക്ക് വേണ്ടി സേവ ചെയ്യും എന്ന് നീ അവരുടെ അടുത്ത് ശ്രീരാമസ്വാമിയുടെയും മറ്റെടുത്ത് ചാരപ്രവർത്തനത്തിന് പോകുന്നോ അന്ന് നിന്നെ അവർ വെറുതെ വിടുന്നുവോ? നീ രാവണന് നല്ലത് ഉപദേശിക്കുന്ന സമയത്ത് നിന്നെ രാവണൻ വെറുതെ വിടുമ്പം നിന്റെ രാക്ഷസഭാവത്തിൽ നിന്ന് നിനക്ക് മുക്തനാവാൻ സാധിക്കുമെന്ന് പ്രിയൻ. ഇതൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാലല്ലോ, ഓരോ രാക്ഷസന്റെയും പിന്നില് ഒരു നന്മയുള്ളൊരു വ്യക്തിത്വമുണ്ട്. ആ നന്മയുള്ള വ്യക്തിത്വം എവിടെയോ ഒരു ആളെ വേദനിപ്പിച്ചതിന്റെ ശാപമായിട്ടാണ് അവരെല്ലാം രാക്ഷസരായി തീർന്നിരിക്കുന്നത്. ശരിക്കും രാക്ഷസന്മാരൊക്കെ ആരാണ്?
നിങ്ങളവരുടെ പുറകിലുള്ള ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ നല്ലവരാണ്. ഇനി ഭാഗവതത്തിൽ നോക്കൂ നിങ്ങൾ, ഒരു വൃത്രാസുരന്റെ ചരിത്രം എടുത്ത് നോക്കിയാൽ ഒരു നല്ല രാജാവായിരുന്നു അദ്ദേഹം. പക്ഷെ പാർവതീ പരമേശ്വരന്മാരെ പോയി കളിയാക്കുകയും പാർവതീദേവിയെ വേദനിപ്പിക്കുകയും ചെയ്തതിന്റെ ഫലമായിട്ടാണ് ചിത്രകേതു വൃത്രാസുരനായി തീർന്നത്. അപ്പൊ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനിയുള്ള നമ്മുടെ ഒരു ജന്മം രാക്ഷസീയമാവാതിരിക്കാൻ ഒരാളെയും വേദനിപ്പിക്കരുതെന്ന് പറയാണ്. ഒരാളെ വേദനിപ്പിച്ചതിന്റെ ശാപഫലമാണ് രാക്ഷസീയ ഭാവം എന്ന് പറയാണ്. പ്രത്യേകിച്ച് ആരെ വേദനിപ്പിക്കരുത്? സജ്ജനങ്ങളായിട്ടുള്ള ആളുകളെ വേദനിപ്പിക്കരുത് എന്ന് പറയാണ്. അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുകയാണ്, നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്നൊരു സാധനം നാവാണ്. ഇന്ന് നമുക്കതൊരു സ്വാതന്ത്ര്യം കിട്ടി എന്തും പറയാനായിപ്പോയി. മനസ്സിലായില്ലേ? ആ എന്തും പറയാന്നുള്ളൊരു സ്വാതന്ത്ര്യമാണ് നമ്മളെ ഇപ്പോ നശിപ്പിക്കുന്നത് പറയാൻ. അത് വളരെ ശ്രദ്ധിക്കൂ. ഓരോ മനുഷ്യരും നല്ലവരാണ്. നമ്മുടെ ശാസ്ത്രങ്ങളൊക്കെ അതാ പറയുന്നത്, എല്ലാവരും നല്ലവരാണ്. പക്ഷേ അവന്റെ നന്മ അവൻ എന്തിനു വേണ്ടി എന്ന് കണ്ടെത്താതെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഉപയോഗിച്ചപ്പം നന്മ തിന്മയായി മാറി. ആ തിന്മ പിന്നെ അവനെ രാക്ഷസീയമായ സംസ്കാരങ്ങളിലേക്ക് കൊണ്ടുപോയി എന്ന് പറയാണ്. ഇപ്രകാരം ശുഗൻ അവിടുന്ന് രക്ഷപ്പെട്ടു. പിന്നീട് യുദ്ധാരംഭമാണ്. അങ്ങനെ രാവണൻ തന്റെ സൈന്യങ്ങളെയൊക്കെ തയ്യാറാക്കി. അവിടെ നിന്ന് വാനരന്മാരും. അതിൻ്റെ ഇടയ്ക്ക് ശ്രീരാമസ്വാമി പറഞ്ഞു സുഗ്രീവനോട്, വാൽമീകി രാമായണത്തിലൊരു പ്രത്യേക ഭാവമുള്ളത്, പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് സുഗ്രീവൻ ഇങ്ങനെ നോക്കുമ്പോൾ മട്ടുപ്പാവിൽ നടക്കുന്ന രാവണനെ കാണും. നേരെ ഫ്ലൈ ചെയ്ത് അങ്ങോട്ടെത്തും. എന്നിട്ട് ആ ഭാവം കണ്ടൊരു കൊടുക്കുതിച്ച് കിടത്ത് രാവണന്റെ. അത് വാൽമീകി രാമായണത്തിലുള്ളത് എഴുത്തച്ഛൻ എടുത്തിട്ടില്ല. എന്നിട്ട് തിരിച്ചു വരും. മുറിയോ ഇപ്പൊ ചോദിക്കും ശ്രീരാമസ്വാമി എന്ത് പറ്റിയെന്ന്. എനിക്ക് മനസ്സിലായി, ഇങ്ങനെ ചാടി പുറപ്പെടരുത്, എല്ലാറ്റിനും ഒരു സമയമുണ്ട് എന്ന്. ശ്രീരാമസ്വാമിയുടെ പക്വത നോക്കൂ നിങ്ങൾ. ശ്രീരാമസ്വാമി പിന്നെ ചെയ്യുന്നത് അംഗദനെ ദൂതനായിട്ട് പറഞ്ഞയക്കുകയാണ്. ഒരവസരം കൂടി കൊടുക്കുകയല്ല. അംഗദനോട് പറയും, എത്രയും വേഗം സീതയെ കൊണ്ടുകൊടുത്ത് മാപ്പ് പറഞ്ഞാൽ അഭയം കൊടുക്കും, മാപ്പ് കൊടുക്കും ശ്രീരാമസ്വാമിന്ന്. അംഗദൻ ചെല്ലണു. രാവണന്റെ കൊട്ടാരത്തിലെത്തി. രാവണന്റെ അടുത്തിരുന്നിട്ട് പറഞ്ഞു, നീ ശ്രീരാമസ്വാമി ഇല്ലാത്ത സമയം നോക്കി സീതയെ അപഹരിച്ചവനാണ്, ദുഷ്ടാത്മാവാണ്. അതുകൊണ്ട് ഇപ്പോഴും നിനക്കൊരു അവസരം തരികയാണ്. വേഗം സീതയെ കൊണ്ടുചെന്ന് മാപ്പപേക്ഷിച്ചാൽ, ചെയ്തതിനൊക്കെ മാപ്പ് പറഞ്ഞാൽ രാമൻ നിനക്ക് അഭയം തരും. ഇത് പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. സുഗ്രീവന്റെ ശാസനമാണ്. രാവണൻ ഉടനെ പറയുന്നതാണ്, നാണമില്ലേ നിനക്ക്? സ്വന്തം അച്ഛനെ കൊന്ന് രാമന് സഹായം ചെയ്യാൻ. അച്ഛനെ ക്രൂരനായി കൊന്നവനല്ലേ അവൻ, എന്റെ സുഹൃത്തായിരുന്നു ബാലി. അവന്റെ മരണം എനിക്ക് വല്ലാതെ വേദന. കുറെ കള്ളക്കരച്ചിലൊക്കെ ഉണ്ടാക്കി. ഇതൊക്കെ കേട്ടിട്ട് അംഗദൻ മനസ്സ് മാറുന്ന വിചാരിച്ചത്. ആ അംഗദൻ ഒരൊറ്റ വീക്കൗണ്ട് കൊടുത്തു. പറഞ്ഞതനുസരിച്ചാൽ മതി എന്ന് പറഞ്ഞു. എന്നെ നേരെയൊക്കെ വന്നിരിക്കണു, കൊണ്ടുകൊടുക്കുമെന്ന്. കിരീടമൊക്കെ മറന്നു വീണു. അപ്പോഴേക്കും രാവണൻ അടിക്കാൻ ഓങ്ങി വേഗം അവിടുന്ന് തിരിച്ചു വരികയാണ് അംഗദൻ. എന്താ അംഗത ഉണ്ടായത്? പറഞ്ഞതനുസരിച്ചില്ലേ ഒന്ന് കൊടുത്തു എന്ന്. അത് എത്രയും ഉണ്ടായിട്ടുള്ളൂ. ഇനി നിവൃത്തിയില്ല, യുദ്ധം. അങ്ങനെ യുദ്ധം തുടങ്ങുകയാണ്. അതിഗംഭീരമായ യുദ്ധം. അങ്ങോട്ടും ഇങ്ങോട്ടും ചേരി തിരിഞ്ഞുള്ള യുദ്ധം. ശക്തന്മാര്, കുറെ വാനരന്മാര് മരിക്കും, രാക്ഷസന്മാര് മരിക്കും. അതിൻ്റെ ഇടയ്ക്ക് രാവണൻ ഉത്തരവ് കൊടുത്തു, മരിക്കുന്ന രാക്ഷസന്മാരെയൊക്കെ കടലിൽ കൊണ്ടയിടാൻ. അതെന്തിനാണ്? കാരണം മരിച്ചവരെ കണ്ടാൽ മറ്റുള്ളവർക്ക് യുദ്ധം ചെയ്യാനുള്ള ആവേശം ഉണ്ടാവില്ല. ശ്രീരാമസ്വാമി പറഞ്ഞു, മരിച്ചവരെയൊക്കെ മാറ്റി നിർത്തിക്കോളൂ എന്ന്. അതെന്തിനാണ്? ഇവരെ കാണുമ്പോൾ വാനരന്മാർക്ക് ഒന്നുകൂടിയും വാശി കൂടും, നമ്മുടെ ആൾക്കാരെ കൊന്നില്ലേ എന്നുള്ളൊരു വാശി. അപ്പൊ അതുകൊണ്ട് ഇവരുടെയൊക്കെ ബോഡി എടുത്തു വെക്കാൻ പറഞ്ഞു, മറ്റവരുടെയൊക്കെ ബോഡി കൊണ്ടു കളയാനും പറഞ്ഞു. അങ്ങനെ ഇതൊക്കെ സൂക്ഷിച്ചു വെച്ചു. അതൊക്കെ നശിപ്പിച്ച് യുദ്ധം തുടങ്ങുന്നതിന്റെ ഇടയിൽ നല്ല രസമാണ് അവരുടെ യുദ്ധം. വാനരന്മാർക്കുണ്ടോ പ്രയാസം? ഓരോ മരത്തിന്റെ മുകളിൽ കല്ലൊക്കെ എടുത്തിട്ട് എയിം വെച്ചിട്ടൊക്കെ എറിയുന്നത് രാക്ഷസന്മാരുടെ മേല്. വലിയ വലിയ മരമൊക്കെ എടുത്തുകൊണ്ടുവന്നിട്ട് അടിക്കുക, പർവ്വതങ്ങളൊക്കെ എടുത്തിട്ട് മേലേക്ക് എറിയുക. ഇവർക്കാണെങ്കിൽ രാക്ഷസന്മാർക്ക് മായായുദ്ധങ്ങളൊക്കെ നല്ലോണം വശമുണ്ട്. പലതരത്തിലുള്ള മായായുദ്ധങ്ങളൊക്കെ അവർ ചെയ്യുന്നുമുണ്ട്. അങ്ങനെ വലിയ വലിയ ശക്തന്മാരായിട്ടുള്ള ആളുകളെയൊക്കെ തോൽപ്പിക്കുന്നതിൻ്റെ ഇടയിൽ അവിടെ പിന്നീട് നമുക്ക് കാണാം ഇന്ദ്രജിത്ത് യുദ്ധത്തിന് വരും. ഇന്ദ്രജിത്ത് ശ്രീരാമസ്വാമിയോടും ലക്ഷ്മണനോടും ഘോരമായി പൊരുതി മായ കൊണ്ട്
ചതിപ്രയോഗം ചെയ്തു കളയും. നാഗാസ്ത്രത്തെ കൊണ്ട് രാമലക്ഷ്മണന്മാരെ ബന്ധിച്ചു കളയും. നാഗാസ്ത്രത്തിന് അടിമപ്പെട്ടു രാമലക്ഷ്മണന്മാര്. രണ്ടുപേരും വീണു. വാനരന്മാരൊക്കെ കരയാൻ തുടങ്ങി. ഏതൊരു രാമന് വേണ്ടിയിട്ടാണോ യുദ്ധം ചെയ്യുന്നത്? ഇന്നിപ്പോ രാമൻ അസ്ത്രത്തിന് വിധേയനായി കിടക്കുകയാണ്. കരയാൻ തുടങ്ങി. വിഭീഷണൻ പോലും ഒന്ന് പതറിപ്പോയി. അങ്ങനെ എല്ലാവരും വിഷമിച്ചിരിക്കുമ്പോ വിഭീഷണാദികളൊക്കെ പ്രാർത്ഥിക്കുകയാണ്, ഈശ്വര അതിനൊരു പരിഹാരം വരണേ, പരിഹാരം ഉണ്ടാവണേന്ന്. ഇന്ദ്രജിത്താണെങ്കിൽ വിജയം ആഹ്ലാദിച്ചുകൊണ്ട് തിരിച്ചുപോയിരിക്കണം. ആ ഒരു സന്ദർഭത്തില് അവിടേക്ക് പ്രകടമാകുന്നു ഭഗവാന്റെ വാഹനമായിരിക്കുന്ന ഗരുഡൻ. 3 വട്ടം പ്രദക്ഷിണം വെച്ച് രണ്ടുപേരെയും മേലൊന്ന് ചുണ്ടുകൊണ്ട് സ്പർശിച്ച് വലിച്ചെടുത്ത് കളയും. അങ്ങനെ ഗരുഡൻ നാഗാസ്ത്രബന്ധനത്തിൽ നിന്നും രാമലക്ഷ്മണന്മാരെ മുക്തമാക്കും. വീണ്ടും പ്രദക്ഷിണം വെച്ച് തൊഴുതു നമസ്കരിച്ച് അവിടുന്ന് പോകും. ഇങ്ങനെ ഗരുഡനാൽ നാഗാസ്ത്രബന്ധനം അഴിയുന്നു പ്രിയേന. ഈ കഥകളൊക്കെ നിങ്ങൾ നോക്കുമ്പോണ്ടല്ലോ, ഇതിലൊക്കെ ഒരു തത്വങ്ങളുണ്ട്. ഗരുഡൻ എന്നാൽ 2 ചിറകുകളാണ്. നമുക്ക് വേണ്ടത് ജ്ഞാനവും ഭക്തിയും ഉണ്ടെങ്കിൽ നമ്മുടെ ബന്ധനങ്ങളൊക്കെ അഴിഞ്ഞുപോകും. നമ്മളെ കെട്ടിയിരിക്കുന്ന നാഗാസ്ത്രമാണ് ദുഃഖത്തിന്റെയും ഭയത്തിന്റെയും അവശതയുടെയും ബന്ധനം എന്ന് പ്രിയേന. ഈ ബന്ധനത്തെ അഴിക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. എന്താണത്? ജ്ഞാനത്തോടെ ഈശ്വരനെ പ്രേമിക്കാൻ തുടങ്ങുക. എത്ര കണ്ട് നാം ജ്ഞാനത്തോടെ ഈശ്വരനെ പ്രേമിക്കാൻ തുടങ്ങുന്നുവോ അത്ര കണ്ട് നമുക്ക് ലൗകിക കാര്യങ്ങളിൽ നമുക്ക് മനസ്സിന് നല്ലവണ്ണം ഉൾക്കൊള്ളാനുള്ള കഴിവ് വരും. നമ്മുടെ പെരുമാറ്റങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. അങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ ബന്ധനത്തെ നമുക്ക് എടുത്തു കളയാൻ സാധിക്കുമെന്ന് ഈ ഗരുഡൻ നാഗാസ്ത്രം അഴിക്കുന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം.